ഹായ് 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 ഹൗ ആർ യു? അങ്ങനെ ഞങ്ങളെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിന് പ്രത്യേകത ഉണ്ട്. ഇച്ചു കുറേ ലോകം കണ്ട ആളാണ്, കുറേ യാത്രകൾ പോയ ആളാണ്, എന്നേക്കാൾ രാജ്യങ്ങൾ സഞ്ചരിച്ച ഒരാളാണ്. പക്ഷേ അവൾ ഇന്ന് വരെ ട്രെയിനിൽ കയറിയിട്ടില്ല. ഇതുവരെ ട്രെയിൻ കയറിയിട്ടില്ല. ട്രെയിൻ കയറിയിട്ടില്ല. ട്രെയിനിൽ ഇതുവരെ അവൾക്ക് കയറാൻ പറ്റിയിട്ടില്ല അത്ര. അപ്പോൾ ഓളെ വാപ്പ എല്ലാ സ്വപ്നങ്ങളും അവൾക്ക് പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആകെ നിലമ്പൂരിലോട്ട് നമുക്ക് ആകെ പോകാനുള്ള ട്രെയിൻ മാത്രമല്ലേ ഉള്ളൂ. സ്വന്തമായിട്ടെന്ന് പറയാനുള്ള ഒരു അഹങ്കാരം നിലമ്പൂർ ട്രെയിനാണ്. അപ്പോൾ ട്രെയിനിൽ എറണാകുളത്ത് നിന്ന് ഞങ്ങളൊരു യാത്ര പോവാണ്. ഇതുവരെ ട്രെയിൻ കയറാത്ത ഇച്ചുവിനെയും കൊണ്ട്. ഇച്ചു, യു എക്സൈറ്റഡ്? വെരി മച്ച് എക്സൈറ്റഡ്. അതെ, വെരി മച്ച് എക്സൈറ്റഡ്. ഞങ്ങളൊന്ന് ട്രെയിനിൽ യാത്ര ചെയ്യാണ്. നോക്കാം എങ്ങനെയുണ്ട് ട്രെയിൻ യാത്ര എന്ന്. ഞാനും കുറേ ആയി ഇപ്പോൾ ട്രെയിനിൽ പോയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് ലോഡഡ് ഫ്രൈസ് വേണം ഗൈസ്. ലോഡഡ് ഫ്രൈസ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റേഡിയത്തിലോട്ട് വന്നിട്ടുണ്ട്. ഉമ്മാക്ക് മാത്രം ഒരു മസാല ടീ മേടിച്ചു കൊടുക്കാം എന്ന് കരുതി കൊണ്ടിരിക്കുന്നു. ഉമ്മയും ബാപ്പയും ഒറ്റയ്ക്കിട്ട് പോകുന്നതിൻ്റെ വിഷമത്തിലാണെന്ന് തോന്നുന്നു. പാവം, നീ വിഷമിക്കണ്ട. അവിടെ വെച്ച് വിഷമമുണ്ടെന്ന് പോയി. എന്നെ വിട്ടു പോകുന്നതിൽ വിഷമുണ്ടോ? എനിക്ക് സങ്കടമൊന്നുമില്ല. അമ്മയും പാപ്പയും നോക്കുന്ന പോലെ തന്നെ ഷാനും നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമങ്ങളൊന്നുമില്ല. എന്താ പൂക്കി? വിഷമിക്കണ്ടെന്ന് പറ. മസാല ടീ കുടിച്ച എല്ലാ വിഷമവും പമ്പാണ്. റിവ്യൂ അമ്മയെ ടേസ്റ്റ് ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റ്. ഇഞ്ചി ചായയാ. ലോഡർ ഫ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ ഈ ചാടി വീണത് ഒരു ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും കാണാനില്ലല്ലോ. അവിടുന്ന് അങ്ങോട്ട് പോകും. മതി വിളിക്കട്ടെ രണ്ടാളും. ഞങ്ങൾ അവരെ യാത്ര അയക്കാണ് ഗായ്സ്. ചിരിച്ച് രണ്ടാളും ചിരിച്ച്. പാപ്പ ചിരിച്ച്. ഓക്കെ, അവിടെ ഒത്തിരി വിളിക്കണേ. നമ്മളെ യൂബറോട്ട ഇതപ്പത്ത് അന്തമിട്ട് പ്രണയമുള്ളവരങ്ങനെയാ. പ്രണയം ഇല്ലാത്തവരോ? ഞാനും കണ്ടില്ല. ഫുൾ ടൈം നിന്നെ വിളിച്ചോണ്ടാ നടക്കണേ. എപ്പോ നീ ദുബായിലായിരുന്നപ്പോ? പറ, ഇനി മസ്കറ്റ് ആണോ കൊച്ചിയാണോ നല്ലത്? ട്രെയിനിൽ കയറിയിട്ട് പറയാം കേട്ടോ. ട്രെയിനിൽ കയറാൻ വേണ്ടി ഓട്ടോയിൽ കയറ്റി പോവാണ്. യൂബർ ബുക്ക് ചെയ്തൊരു ഓട്ടോ കിട്ടി. വാപ്പയും പോയിട്ടുണ്ട്. നല്ല വിഷമത്തിലാണ് പോയത്. ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെ പിടിച്ചു നിന്നു. ഇല്ല ഇച്ചു പിടിച്ചു നിന്നു. ഇച്ചും പിടിച്ചു നിന്നു. സാരല്ല, അവരും ഹാപ്പിയായിട്ട് അവിടെ എത്തിട്ട് അവരോട് പതുക്കെ പോകാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്കൊരു ഇലക്ട്രിക് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രിക്കിലോട്ടാണോ? സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. കൊച്ചി മെട്രോയുടെ സ്റ്റേഡിയത്തിൽ നിന്ന് കൊച്ചി മെട്രോയുടെ. പക്ഷെ ഇപ്രാവശ്യം യാത്ര നമ്മൾ ആഗ്രഹിച്ച ആളുകളൊന്നും കാണാൻ പറ്റിയില്ല അല്ലേ. കുറച്ച് സൽക്കാരങ്ങളിൽ പെട്ടുപോയി. സൽക്കാരങ്ങളൊന്നും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സുഹൃത്തുക്കളുടെ അടുത്തോട്ട് ഇറങ്ങാൻ അല്ലേ. 5:25 ഞങ്ങളുടെ ട്രെയിൻ. നോക്കണ്ട് ഹോട്ടലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ആ സൈഡിലോട്ടാണ് തട്ടിയോ? ആ പയ്യനൊക്കെ തട്ടിയ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് നമ്മളെ ട്രെയിൻ വരുന്നത്, നമുക്ക് അറിയാൻ പറ്റും ഇവിടെ. ഇത് ട്രെയിൻ എവിടെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റും. മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വരും നമുക്കിവിടെ കണ്ണൂർ എക്സ്പ്രസ്സിലാണ് നമ്മുടെ ട്രെയിൻ. അതിൽ എവിടേക്കാണ് ഏതൊക്കെ പ്ലാറ്റ്ഫോം നമ്പർ 1. ആ അതിലൊക്കെ കണ്ണൂർ, അത് കാണണം. കണ്ണൂർ എക്സ്പ്രസ് 16307. റൈസ് ആ കാണണം. എന്താ സീരിയസ്ലി സത്യമായിട്ടാണ് ഈ പറയുന്നത്. ഇത് ഈ വ്ലോഗ് കാണുന്നവർക്ക് ഒരു അത്ഭുതമായിരിക്കും കേട്ടോ. ട്രെയിൻ കണ്ടോ? ഇഷ്ടമായോ? ആ ഇതാണ് ഇന്ത്യൻ റെയിൽവേയുടെ നാട്ടം. സ്മെല്ലുണ്ടോ? എന്താ അവസ്ഥ? കഴിഞ്ഞു പാളിയോ? ഇന്ത്യൻ റെയിൽവേയുടെ സ്മെല്ല് ഇഷ്ടായില്ല? വർക്കായില്ല? ഓ ട്രെയിൻ കാണാൻ വന്ന ആളുടെ അപ്പൊ അതവിടെ ട്രെയിൻ കൊണ്ടുവന്ന് നിർത്തിയെടുത്ത് ആരെങ്കിലും പണി പാലിച്ചിട്ടുണ്ടാവും. ഇതിലല്ല, അതാണ് അതിന്റെ എൻജിൻ. ട്രെയിനിന്റെ എൻജിനാണ് കാണുന്നത്. ആ മുകളിലോട്ടൊരു കമ്പി വെച്ചിരിക്കുന്നുണ്ടോ? അതാണ് ഇലക്ട്രിക് ലൈൻ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ട്രെയിൻ മുഴുവൻ ഓടുന്നത്. അത് ഓളുണ്ടാവും. നിനക്ക് എന്തായിരുന്നു ബാംഗ്ലൂരിൽ ആവശ്യം? ബാംഗ്ലൂർ ഡേയ്സ് സിനിമയ്ക്കകത്ത് ബാംഗ്ലൂർ കാണിക്കുന്ന വേറെ ഒരു ഭംഗിയിലല്ലേ, അത് എക്സ്പെക്ട് ചെയ്താ പോയത്. പക്ഷെ വീട്ടുകാരുടെ കൂടെ പോയോണ്ട് ബാംഗ്ലൂർ ട്രെയിൻ നമ്പർ 126 ന്യൂഡൽഹി തിരുവനന്തപുരം കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ടൗൺ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. യാത്രിയും എന്താ നല്ല ചരിവുണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ സ്മെല്ലൊക്കെ പോയില്ലേ? നല്ല ട്രെയിനിന് ഒരു കുഴപ്പമില്ല കേട്ടോ. നടന്നോ? തിരക്കിൽ ഓടിക്കേറി വീഡിയോ എടുക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട് ട്രെയിൻ? സീറ്റ് കിട്ടാഞ്ഞിട്ട് പണിവാളിയോ? ട്രെയിൻ എടുത്തു പോണേ. വയനാട്ടിൽ നിന്ന് വരുന്നവർക്ക് ട്രെയിൻ കയറാൻ അറിയില്ല. ഞങ്ങൾ നിലമ്പൂരാരാ. വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ട്രെയിൻ കയറാൻ അറിയില്ല. നേരെ വന്ന് കോഴിക്കോട് വന്ന ട്രെയിൻ ആ ടിക്കറ്റ് എടുത്ത് നേരെ വന്ന വഴിക്ക് ട്രെയിനിലേക്ക് കയറി. ടീച്ചർ വന്ന് അടുത്ത സ്റ്റേഷനിൽ റീകോളാൻ നമുക്ക് മാറി കയറിയാൽ മതി. പക്ഷെ അവിടെ ഇറങ്ങി പിന്നെ അവിടുന്ന് ഓട്ടോ വെച്ച് സ്റ്റാൻഡിൽ വന്നിട്ടാണ് പോരുന്നത്. വയനാട്ടുകാർക്ക്, അട്ടപ്പാടിക്കാർക്ക്, ഇടുക്കിക്കാർക്ക് ട്രെയിൻ യാത്ര ചെയ്യാൻ അറിയില്ല. ഇവള് കാഞ്ഞിരപ്പള്ളിക്കാരിയാ, പക്ഷെ ഇവള് പഠിച്ചൊക്കെ മാസ്ക് അവിടെയാ, പുറത്താ. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലൂടെ എൻ്റെ അച്ഛൻ്റെ നാട് നമ്മളെക്കാട. ആറ്റുനോറ്റ് ട്രെയിൻ നോക്കുന്നത് സീറ്റൊന്നും കിട്ടിയില്ല. എങ്ങനെയുണ്ട് ട്രെയിനിൻ്റെ അവസ്ഥ? കാഴ്ചകളുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു ഇന്ത്യൻ റെയിൽവേയിലിരുന്ന് ലോഡർ ഫ്രൈസ് കഴിക്കാൻ പറ്റൂല. അപ്പോൾ അവൾക്ക് ട്രെയിനിലിരുന്ന് കാഴ്ച കണ്ട് ലോഡർ ഫ്രൈസ് എന്താണ് ഫ്ലൈറ്റിലെപ്പോൾ ഇരുന്നൊക്കെ കഴിക്കാൻ.
എങ്ങനെയുണ്ട് തിരക്ക്? നാളെ സ്കൂളിൽ പോകണ്ടേ? എങ്ങനെയുണ്ട് ഗൈസ്? ഫസ്റ്റ് ട്രെയിൻ യാത്ര എങ്ങനെയുണ്ട് പറ. ഇനി നോക്കി എങ്ങനെയുണ്ട് ട്രെയിൻ യാത്ര? ബാക്കിൽ ഒരാൾക്ക് കൈ പോലും വെക്കാൻ പറ്റാതെ തൂക്കിട്ടേക്കാം. ഏത് അല്ലാതെ എന്ത് ചെയ്യാ, പാവത്തിന് കൈ വെക്കാൻ പറ്റുന്നത്. എങ്ങനെയുണ്ട് ട്രെയിൻ യാത്ര? ഇഷ്ടമായോ? ഇനി ട്രെയിനിൽ വരുമോ? ബുക്ക് ചെയ്ത് മാത്രമേ ബുക്ക് ചെയ്ത് പോവാം നമുക്ക്. ഓക്കെ, ശരിക്കും പരിപാടി സെറ്റായി. ട്രെയിൻ യാത്രക്ക് അനുയോജ്യമായ ഡ്രസ്സിങ്ങിലോട്ട് എത്തി. ഓക്കെ, ബൈ. എങ്ങനെയുണ്ട് സ്വർണ്ണം? അങ്ങനെ പറ. പറ. ഗൈസ് വാ, ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. പറഞ്ഞേ മോളെ, എങ്ങനെ ഉണ്ടായിരുന്നു? പറ, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം നമുക്ക് അതിലൂടെ ഒരു ഇതുണ്ട്, ഗോണിണ്ട്, അതുവഴി കയറണം. ബാ ഇച്ചു പറ. ഇന്ന് ക്ഷീണിച്ചോ? ട്രെയിൻ കയറുമ്പോഴറിയാം. വൈഫിനെ കൊണ്ടുപോയിട്ട് എങ്ങനെയുണ്ട്? പക്ഷെ കുറച്ച് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയാണെന്ന് തോന്നി. ഭയങ്കര വിഷമം വന്നു. സത്യമായിട്ട് വിഷമം ആവുന്നു. കുറേ നേരം നിന്ന് കണ്ടപ്പോഴേ നിലമ്പൂർ ട്രെയിൻ നമുക്ക് ഉണ്ടാവും വിചാരിക്കുമ്പോൾ. നിലമ്പൂർ ട്രെയിൻ വീണ്ട ചളി ചോട്ടണ്ട. അവിടെ ഇരുന്നോ. പൈസ മേടിച്ച് വെച്ചിട്ട് ചൂടൊക്കെ പോയി. നമ്മൾ ആദ്യത്തെ ട്രെയിൻ യാത്ര കഴിയാൻ പോവാണ്. ഇപ്പം എന്ത് തോന്നുന്നു ഇരുന്നപ്പോൾ? എന്താ ട്രെയിൻ കയറിയിട്ട് നിനക്ക് പ്രത്യേകം തോന്നിയത്? അതാണ് ഇഷ്ടപ്പെട്ടത്. സൈഡ് സീറ്റ് കിട്ടില്ല, അതിന്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ വാതിൽ കൊണ്ടേ നിർത്തിയില്ലേ? പാലത്തിന്റെ മുകളിലേക്ക് പോയപ്പോൾ എന്താണ് ട്രെയിനിൽ കയറിയതിനാണോ ഇഷ്ടപ്പെട്ടത്, ഫ്ലൈറ്റിലാണോ ഇഷ്ടപ്പെട്ടത്? ട്രെയിൻ ആണോ? എന്താ? ഫ്രഷ് എയർ ഒക്കെ കൊണ്ടുപോകാലോ. ഈ മണം സീറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ, ഇല്ലെങ്കിൽ പാടാം. ഈ നിലമ്പൂർ യാത്ര ഏറ്റവും അടിപൊളി ട്രെയിനായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ സൈഡിലെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു. ആദ്യം ഏറ്റവും അടിപൊളി യാത്ര ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനായി തുടങ്ങി. കൊച്ചി നമ്മളെ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറയുന്നുണ്ട്. വരുമോ നോക്കാം. ഏതാ എങ്ങനെയുണ്ട് ട്രെയിൻ യാത്ര? പറ, ഇനി പറ. അപ്പത്തെ ടയർഡൊക്കെ പോയോ? സന്തോഷം. ഞാനേ ഈ ട്രെയിനിൽ ഒന്നും കേൾക്കൂലായിരിക്കും കേട്ടോ ഇതിനകത്ത്. ഞാൻ ട്രെയിനിൽ നീ കയറി ആദ്യമായിട്ട് കയറുന്നത് പറഞ്ഞ് വിശ്വസിച്ചില്ല. പക്ഷെ എനിക്ക് ഇതിൻ്റെ റിയാക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി നീ ആദ്യമായിട്ടാണ് ട്രെയിനിൽ എൻ്റെ ഓരോ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ. ശരി, അടിപൊളി അല്ലേ? ഒരുപാട് ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ട്രെയിൻ യാത്ര അത്ഭുതമായി തോന്നിയിട്ടുള്ളതാണ്. അതൊരു വല്ലാത്ത
ഇരിക്കുവേ. എന്താ പറയാനുള്ളേ? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹാപ്പിയാണോ? വളരെ. ശരിക്കും ഹാപ്പിയാണോ? എന്തായാലും അങ്ങനെ ആദ്യത്തെ ട്രെയിൻ യാത്ര സംഭവ ബഹുലമാക്കി തീർത്ത് ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.